അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് കയറലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവണേ? ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറെന്റ് ആണ്. സ്കാൽപ്പിലുള്ള 5 ആൽഫ റിഡക്ടേസ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കിൾസിനെ ചുരുക്കുന്നു. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ. പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത്. നമസ്കാരം, ഞാൻ ഡെയ്സി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 31 വെള്ളിയാഴ്ച. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. നാളെയാണ് പൊതു ബജറ്റ്. തുടർച്ചയായ 8ാമത്തെ ബജറ്റാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനും വിലക്കയറ്റം പിടിച്ചു നിർത്താനും നികുതിയിലുമൊക്കെ എന്തൊക്കെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് രാജ്യം ഉറ്റുനോക്കുകയാണ്. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് 10 മണിക്ക് മാധ്യമങ്ങളെ കാണുമെന്നാണ് റിപ്പോർട്ടുകൾ. സഹകരണ സ്ഥാപനങ്ങളിൽ വലിയ തോതിലുള്ള കള്ളപ്പണം ഇടപാട് നടക്കുന്നുവെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. വായ്പാ തിരിച്ചടവ് മുടങ്ങിയവർക്കെതിരെ നടപടിയെടുക്കുന്നില്ലെന്നും അനധികൃതമായി വായ്പ അനുവദിക്കുന്നുവെന്നും ED ഡെപ്യൂട്ടി ഡയറക്ടർ ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ പറയുന്നു. സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകളിൽ നടക്കുന്ന അന്വേഷണത്തെക്കുറിച്ച് EDയോട് ഹൈക്കോടതി റിപ്പോർട്ട് ആവശ്യപ്പെട്ടത് പ്രകാരമാണ് ED സത്യവാങ്മൂലം നൽകിയത്. ഒരു പാർട്ടിയുടെ ഭാഗമായി നിന്ന് വിജയിച്ച ശേഷം പൊടുന്നനെ മറ്റൊരു പാർട്ടിയിലേക്ക് മാറുന്നത് ജനാധിപത്യത്തിലെ ധാർമ്മികതയ്ക്ക് ഉതകുന്നതല്ലെന്നും എന്നാൽ അതിനോട് ജനങ്ങൾ പ്രതികരിക്കേണ്ടത് ജനാധിപത്യപരമായി അടുത്ത തെരഞ്ഞെടുപ്പിലാണെന്നും അല്ലാതെ ആക്രമിച്ചോ കയ്യാങ്കളിയിലൂടെയോ അല്ലെന്നും ഓർമ്മിപ്പിച്ച് ഹൈക്കോടതി. കൂത്താട്ടുകുളം നഗരസഭയിലെ അവിശ്വാസ പ്രമേയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കിടെയുണ്ടായ സംഘർഷത്തിന്റെ പേരിൽ പോലീസ് കേസെടുത്ത UDF അംഗങ്ങൾ സമർപ്പിച്ച മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുമ്പോഴായിരുന്നു ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ ഇങ്ങനെ നിരീക്ഷിച്ചത്. ഒയാസിസ് മദ്യക്കമ്പനിക്ക് വേണ്ടി ഡൽഹി മദ്യനയ കേസിലെ പ്രതി കൂടിയായ തെലങ്കാന മുൻ മുഖ്യമന്ത്രി ചന്ദ്രശേഖര റാവുവിന്റെ മകൾ കവിത കേരളത്തിൽ വന്നെന്നും സർക്കാരുമായി സംസാരിച്ചെന്നും ആരോപിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അവർ എവിടെയാണ് താമസിച്ചതെന്ന് മാധ്യമങ്ങൾ അന്വേഷിക്കണമെന്ന് പറഞ്ഞ സതീശൻ എലപ്പുള്ളി ബ്രൂവറി വിഷയത്തിൽ ഒരുപാട് ദുരൂഹമായ ഇടപാടുകളാണ് നടന്നതെന്നും ആരോപിച്ചു. ബാലരാമപുരത്ത് അമ്മാവൻ കൊലപ്പെടുത്തിയ 2 വയസ്സുകാരി ദേവേന്ദുവിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നു. കുഞ്ഞിനെ ജീവനോടെ കിണറ്റിലെറിഞ്ഞതാണെന്ന് റിപ്പോർട്ടിൽ സ്ഥിരീകരിച്ചു. മുങ്ങി മരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. എന്നാൽ കുട്ടിയുടെ ശരീരത്തിൽ മറ്റു മുറിവുകളില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇന്നലെ രാവിലെയാണ് വീട്ടിൽ നിന്നും കാണാതായ കുഞ്ഞിനെ വീട്ടുമുറ്റത്തെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഹരികുമാറിന് സഹോദരിയോടുള്ള വൈരാഗ്യമാണ് കുഞ്ഞിന്റെ ജീവനെടുക്കാനുള്ള കാരണമെന്നാണ് സൂചന. ഹരികുമാർ ആവശ്യപ്പെട്ട ചില കാര്യങ്ങൾ ശ്രീതു ചെയ്തു കൊടുക്കാതിരുന്നതാണ് വൈരാഗ്യത്തിന് കാരണമെന്നും പോലീസ് സൂചിപ്പിക്കുന്നു. ബാലരാമപുരത്ത് 2.5 വയസ്സുകാരിയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ അമ്മാവൻ ഹരികുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. അതേസമയം കുട്ടിയുടെ അമ്മ ശ്രീതുവിനെ മഹിളാ മന്ദിരത്തിലേക്ക് മാറ്റി. ഏറ്റെടുക്കാൻ ആരുമില്ലാത്തതിനാലാണ് പൂജപ്പുര മഹിളാ മന്ദിരത്തിലേക്ക് മാറ്റാൻ തീരുമാനിച്ചത്. പിണറായി പഞ്ചായത്തിൽ അനധികൃതമായി സ്ഥാപിച്ചിരുന്ന ഫ്ലെക്സ് നീക്കാൻ ചെന്ന ഉദ്യോഗസ്ഥരെ CPM നേതാക്കൾ ഭീഷണിപ്പെടുത്തിയതായുള്ള ആരോപണം അന്വേഷിക്കാൻ ഹൈക്കോടതിയുടെ നിർദ്ദേശം. SP റാങ്കിൽ കുറയാതെയുള്ള ഉദ്യോഗസ്ഥരെ കൊണ്ട് അന്വേഷണം നടത്തി സംഭവത്തിന്റെ നിജസ്ഥിതി അറിയിക്കണമെന്നാണ് സംസ്ഥാന പോലീസ് മേധാവിയോട് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. കേരളത്തിലെ ചെറുപ്പക്കാരുടെ നൈപുണ്യശേഷിക്ക് അനുയോജ്യമായ വ്യവസായങ്ങൾ തുടങ്ങാൻ നിക്ഷേപകർ തയ്യാറാകണമെന്ന് വ്യവസായ മന്ത്രി P രാജീവ്. ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപ ഉച്ചകോടിയുടെ ഭാഗമായി സംസ്ഥാന വ്യവസായ വകുപ്പ് നടത്തുന്ന മലബാർ കോൺക്ലേവ് കണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ അഭ്യസ്തവിദ്യരും നൈപുണ്യശേഷിയുമുള്ള ചെറുപ്പക്കാർക്ക് അനുയോജ്യമായ വ്യവസായം വന്നാൽ കൂടുതൽ ശോഭനമായ തൊഴിൽ സാധ്യത ഇവിടെ തന്നെ രൂപപ്പെടുമെന്നും മന്ത്രി പറഞ്ഞു. യൂസ്ഡ് കാർ വിൽക്കുന്ന ഷോറൂമുകൾക്ക് കേന്ദ്ര മോട്ടോർ വാഹന ചട്ടം 55A പ്രകാരം ഓതറൈസേഷൻ സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കി. എല്ലാ യൂസ്ഡ് കാർ ഷോറൂം ഉടമകളും അടിയന്തരമായി നിയമപ്രകാരമുള്ള ഓതറൈസേഷൻ സർട്ടിഫിക്കറ്റ് നേടണം. അനധികൃതമായി പ്രവർത്തിക്കുന്ന യൂസ്ഡ് കാർ ഷോറൂമുകൾക്ക് സംസ്ഥാനത്ത് പ്രവർത്തിക്കാൻ കഴിയില്ലെന്നും ട്രാൻസ്പോർട്ട് കമ്മീഷണർ സർക്കുലറിൽ അറിയിച്ചു. മുസ്ലിം വിദ്വേഷ പരാമർശ കേസിൽ PC ജോർജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് വീണ്ടും മാറ്റി. അടുത്ത മാസം 5-ന് ഹർജി പരിഗണിക്കും.
4ാം തവണയാണ് കോട്ടയം അഡീഷണൽ സെഷൻസ് കോടതി ഹർജി പരിഗണിക്കുന്നത് മാറ്റിവെക്കുന്നത്. ഹർജിയിൽ തീരുമാനമാകുന്നതുവരെ അറസ്റ്റ് പാടില്ലെന്നാണ് കോടതിയുടെ നിർദ്ദേശം. മലപ്പുറം മഞ്ചേരി പുൽപ്പറ്റ ഒളമതിലിൽ 3 മാസം പ്രായമായ കുഞ്ഞിനെ ബക്കറ്റിലെ വെള്ളത്തിൽ മുക്കിക്കൊലപ്പെടുത്തിയ ശേഷം അമ്മ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ഒളമതിൽ ആലുങ്ങാപ്പറമ്പിൽ മിനിമോളും ഇവരുടെ 3 മാസം പ്രായമായ ആൺകുഞ്ഞുമാണ് മരിച്ചത്. കാഴ്ച കുറയുന്നതിലുള്ള മനോവിഷമത്തിലാണ് ആത്മഹത്യ എന്നാണ് പ്രാഥമിക നിഗമനം. തൃപ്പൂണിത്തുറയിൽ 15 വയസ്സുകാരൻ ഫ്ളാറ്റിന് മുകളിൽ നിന്ന് ചാടി മരിച്ച സംഭവത്തിൽ സംസ്ഥാന പോലീസ് മേധാവിക്ക് കുടുംബം പരാതി നൽകി. സ്കൂളിൽ മകൻ ക്രൂരമായ ശാരീരിക മാനസിക പീഡനത്തിന് ഇരയായെന്ന് കാട്ടി അമ്മയാണ് പരാതി നൽകിയത്. ചില വിദ്യാർത്ഥികളിൽ നിന്ന് ക്രൂരമായ റാഗിങ്ങിന് മകൻ വിധേയനായെന്നും കുടുംബം ആരോപിക്കുന്നു. സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ രാഹുൽ ഈശ്വർ പെരുമാറിയെന്ന മലയാള ചലച്ചിത്ര നടിയുടെ പരാതിയിൽ രാഹുൽ ഈശ്വറിനെതിരെ കേസെടുത്തു. കൊച്ചി സെൻട്രൽ പോലീസാണ് കേസെടുത്തത്. തമിഴ്നാട് പോലീസിനെതിരെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് കത്ത് നൽകി തമിഴ് മാധ്യമ പ്രവർത്തകരുടെ സംഘടന. അണ്ണാ സർവകലാശാല ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ പേരിൽ മാധ്യമ പ്രവർത്തകരുടെ ഫോണുകൾ പോലീസ് പിടിച്ചെടുത്തതിനെതിരെയാണ് പരാതി. മാധ്യമങ്ങൾക്ക് ഭരണഘടന നൽകുന്ന അവകാശത്തിനുമേൽ പോലീസ് കടന്നുകയറ്റം നടത്തുന്നു എന്നാണ് പരാതി. വിഷയത്തിൽ സുപ്രീം കോടതി സ്വമേധയാ കേസെടുക്കണമെന്നാണ് ആവശ്യം. ആം ആദ്മി പാർട്ടി ദേശീയ കൺവീനറും ദില്ലി മുൻ മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളിനെതിരെ രൂക്ഷ വിമർശനവുമായി അണ്ണാ ഹസാരെ. കെജ്രിവാൾ തന്റെ നിർദ്ദേശങ്ങൾ മറന്നെന്നും പണത്തിന് പിന്നാലെ പോയെന്നും അണ്ണാ ഹസാരെ വിമർശിച്ചു. കെജ്രിവാളിനെതിരായ അഴിമതി ആരോപണങ്ങളെക്കുറിച്ച് പ്രതികരിക്കവെയായിരുന്നു അണ്ണാ ഹസാരെയുടെ വിമർശനം. കോൺഗ്രസ് എം പി രാകേഷ് റാത്തോഡ് ബലാത്സംഗ കേസിൽ അറസ്റ്റിൽ. ഉത്തർപ്രദേശിലെ സീതാപൂരിൽ വാർത്താസമ്മേളനം നടത്തുന്നതിനിടെയാണ് രാകേഷ് റാത്തോഡ് അറസ്റ്റിലായത്. 45-കാരി നൽകിയ പരാതിയിൽ 2 ആഴ്ചയോളം നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് കോൺഗ്രസ് എംപിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. വിവാഹം കഴിക്കാമെന്നും രാഷ്ട്രീയ ജീവിതം കെട്ടിപ്പടുക്കാമെന്നും വാഗ്ദാനം നൽകി ബലാത്സംഗം ചെയ്യുകയായിരുന്നു എന്നാണ് പരാതി. മഹാകുംഭമേളയിലെ അപകടത്തിൽപ്പെട്ട് മരിച്ച കർണാടക സ്വദേശികളുടെ കുടുംബങ്ങൾക്ക് ധനസഹായം പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി സിദ്ധരാമയ്യ. മരിച്ച 4 പേരുടെ വീട്ടുകാർക്ക് എത്രയും വേഗം സഹായം ഉറപ്പാക്കും. മരിച്ചവരുടെ മൃതദേഹങ്ങൾ നാട്ടിലേക്കെത്തിക്കാൻ എയർ ആംബുലൻസ് ഉൾപ്പെടെ സൌകര്യങ്ങൾ ഒരുക്കുന്നുണ്ടെന്നും സംസ്ഥാനത്ത് നിന്നും കാണാതായ മറ്റ് 8 പേരുടെ വിവരങ്ങൾ ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നും സിദ്ധരാമയ്യ പറഞ്ഞു. ഉത്തർപ്രദേശ് പ്രയാഗ്രാജിലെ കുംഭമേളയ്ക്കിടെ വീണ്ടും തീപിടുത്തം. ഇന്നലെ വൈകിട്ടാണ് സന്യാസിമാരുടെ കൂട്ടായ്മകൾ താമസിക്കുന്ന ടെന്റുകൾക്ക് തീപിടിച്ചത്. സെക്ടർ 22-ൽ 15 ടെന്റുകൾ കത്തിനശിച്ചു. തീപിടുത്തത്തിൽ ആർക്കും പരിക്കില്ലെന്നാണ് വിവരം. സെക്ടർ 19-ലും 20-ലും ആഴ്ചകൾക്ക് മുൻപ് തീപിടിച്ചിരുന്നു. മോൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങണ്ടേ? ഷോപ്പിൽ കൊണ്ടുപോയി ഇഷ്ടമുള്ള വാങ്ങിക്കൊടുക്കാം. അപ്പൊ ഏട്ടൻ വരുന്നുണ്ടോ? ഗിഫ്റ്റ് കാർഡ് വരും. അതെ, ഓരോ ചിട്ടിയിലും ഒരാൾക്ക് 5000 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാർ. 2ാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിളക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. ലിവിംഗ് ടുഗദർ ബന്ധങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതിനായി ഒരു വെബ് പോർട്ടൽ ആരംഭിക്കാൻ രാജസ്ഥാൻ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ജഡ്ജി സംസ്ഥാന സർക്കാരിനോട് നിർദ്ദേശിച്ചു. സംരക്ഷണം ആവശ്യപ്പെട്ട് ലിവിംഗ് ടുഗദറിലുള്ള ദമ്പതികൾ സമർപ്പിച്ച ഹർജികൾ പരിഗണിക്കുകയായിരുന്നു കോടതി. അത്തരമൊരു നിയമം നടപ്പാക്കുന്നതുവരെ ബന്ധപ്പെട്ട അധികൃതർ ലിവ് ഇൻ റിലേഷൻഷിപ്പുകൾ രജിസ്റ്റർ ചെയ്യണമെന്ന് കോടതി വ്യക്തമാക്കി. അത്യാധുനിക AI മോഡൽ വികസിപ്പിക്കുന്നതിന് കേന്ദ്ര സർക്കാർ സ്റ്റാർട്ടപ്പുകൾ, ഗവേഷകർ, സംരംഭകർ എന്നിവരിൽ നിന്ന് പ്രൊപ്പോസലുകൾ ക്ഷണിച്ചു. കേന്ദ്ര IT വകുപ്പിന്റെ യൂണിറ്റായ ഇന്ത്യ AI ആണ് ഇതിനായി വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. ഇന്ത്യ സ്വന്തമായി ലാർജ് ലാംഗ്വേജ് മോഡൽ വികസിപ്പിച്ചുകൊണ്ട് നിർമ്മിത ബുദ്ധി മേഖലയിൽ വലിയ മുന്നേറ്റത്തിനൊരുങ്ങുകയാണെന്ന് കേന്ദ്ര IT മന്ത്രി അശ്വിനി വൈഷ്ണവ് നേരത്തെ സൂചിപ്പിച്ചിരുന്നു. 10 മാസത്തിനകം ചാറ്റ് GPTയ്ക്കും ഡീപ് സീക്കിനും സമാനമായ ഇന്ത്യയുടെ AI LLM അവതരിപ്പിക്കുമെന്നും AI മേഖലയിലെ സ്വയം പര്യാപ്തത എന്ന ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ വലിയൊരു നാഴികക്കല്ലാകും ഇതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ചൈനീസ് AI ലാംഗ്വേജ് മോഡലായ ഡീപ് സീക്കിനെതിരെ ഗുരുതര ആരോപണവുമായി ചാറ്റ് GPTയുടെ സൃഷ്ടാക്കളായ ഓപ്പൺ AI. ചാറ്റ് GPTയുടെ വിവരങ്ങൾ ഡീപ് സീക്ക് AI മോഡലിനെ പരിശീലിപ്പിക്കാനായി മോഷ്ടിച്ചുവെന്നാണ് ഓപ്പൺ AIയുടെ ആരോപണം. വിഷയത്തിൽ ഓപ്പൺ AIയും പങ്കാളിയായ മൈക്രോസോഫ്റ്റും അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി 8 തടവുകാരെ കൂടി വിട്ടയച്ച് ഹമാസ്. 2023 ഒക്ടോബർ 7-ന് ഇസ്രായേലിനെതിരായ ആക്രമണത്തിന്റെ സമയത്ത് പിടികൂടിയ 3 ഇസ്രായേലി ബന്ദികളെയും 5 വിദേശികളെയുമാണ് ഇന്നലെ ഹമാസ് മോചിപ്പിച്ചത്. ഇതിനു പകരമായി ഇസ്രായേൽ 110 പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുമെന്നാണ് വിവരം.
അമേരിക്കയിലെ വാഷിംഗ്ടണിൽ റീഗൻ നാഷണൽ എയർപോർട്ടിന് സമീപം വിമാനവും സൈനിക ഹെലികോപ്റ്ററും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ എല്ലാവരും കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. അപകടത്തിൽ ആരെങ്കിലും രക്ഷപ്പെട്ടതായി വിശ്വസിക്കുന്നില്ലെന്ന് വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തു. 27 പേരുടെ മൃതദേഹം വിമാനത്തിൽ നിന്നും ഒരാളുടേത് ഹെലികോപ്റ്ററിൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട്. വിമാനത്തിൽ ജീവനക്കാരടക്കം 64 പേരും സൈനിക ഹെലികോപ്റ്ററിൽ 3 പേരുമാണ് ഉണ്ടായിരുന്നത്. അനധികൃത കുടിയേറ്റക്കാരെ കുപ്രസിദ്ധമായ ഗ്വാണ്ടനാമോ തടവറയിലേക്ക് മാറ്റുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ക്യൂബയിലെ അമേരിക്കൻ നാവികസേനയുടെ അധീനതയിലുള്ള ഗ്വാണ്ടനാമോ സൈനിക കേന്ദ്രം നിയമവിരുദ്ധ തടവിനും മനുഷ്യാവകാശ ലംഘനങ്ങൾക്കും ലോകമാകെ കുപ്രസിദ്ധിയാർജിച്ച സ്ഥലമാണ്. ഇവിടെ 30,000 പേരെ പാർപ്പിക്കാനുള്ള സൌകര്യങ്ങൾ ഉണ്ടാക്കുമെന്നാണ് ട്രംപ് പറയുന്നത്. ദേശീയ ഗെയിംസ് പുരുഷ ഫുട്ബോളിൽ കേരളത്തിന് ആദ്യ മത്സരത്തിൽ ജയം. മണിപ്പൂരിനെതിരെ ഏകപക്ഷീയമായ 1 ഗോളിനാണ് കേരളം ജയിച്ചത്. 54-ാം മിനിറ്റിൽ ബിബിൻ ബോബനാണ് കേരളത്തിനായി സ്കോർ ചെയ്തത്. ISLൽ ചെന്നൈയിൻ FCയെ 1-നെതിരെ 3 ഗോളുകൾക്ക് വീഴ്ത്തി കേരള ബ്ലാസ്റ്റേഴ്സ് വീണ്ടും വിജയവഴിയിൽ. ചെന്നൈയിന്റെ ഹോം ഗ്രൌണ്ടിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ ജയമാണ് ഇത്. 37-ാം മിനിറ്റിൽ വിൽമാർ ജോർദാൻ ചുവപ്പ് കാർഡ് കണ്ട് പുറത്തുപോയതിനെ തുടർന്ന് 10 പേരുമായാണ് ചെന്നൈയിൻ പിന്നീടുള്ള സമയം കളിച്ചത്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. ഡെയിലി ന്യൂസ് ലൈവ് .in വാർത്തകൾ വിരൽ തുമ്പിൽ.